ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് നമ്മുടെ ഈ RS സർവീസ് ചെയ്യാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ രണ്ട് അണ്ടർവെല്ല് അഴിച്ചു വെക്കണം. അണ്ടർവെല്ല് അഴിച്ചാൽ മാത്രമേ നമുക്ക് ഓയിൽ ഡ്രെയിൻ ചെയ്ത് കളയാനും അതേപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ മാറാനും പറ്റുകയുള്ളൂ. ഇപ്പം എന്തായാലും ഓയിൽ ഡ്രെയിൻ ചെയ്ത് കളയുന്നില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അഴിക്കണമെങ്കിൽ 18ന്റെ റിംഗ് സ്പാനർ വേണം, അല്ല ബോക്സ് സ്പാനർ വേണം. അത് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി. ഇനി അതൊരെണ്ണം പോയി വാങ്ങിക്കണം. ഇനി നമുക്ക് വണ്ടിയുടെ ടാങ്ക് ഊരിയെടുക്കണം. ടാങ്ക് അഴിച്ചാൽ മാത്രമേ നമുക്ക് എയർ ഫിൽറ്ററും ഫ്യൂവൽ ഫിൽറ്ററും ചേഞ്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം തന്നെ ടാങ്ക് അഴിക്കണം. ഇനി നമുക്കിപ്പോൾ വണ്ടിയിലിരിക്കുന്ന എയർ ഫിൽറ്ററും ഫ്യൂവൽ ഫിൽറ്ററും ഊരിയെടുക്കണം. അതിനായിട്ട് ആദ്യം തന്നെ ടാങ്കിന്റെ 3 നെട്ട് ഊരിയെടുക്കണം. ടാങ്കിന്റെ അടിയിലായിട്ടാണ് ഫ്യൂവൽ ഫിൽറ്റർ വരുന്നത്. അങ്ങനെ നമ്മൾ ടാങ്ക് അഴിച്ചെടുത്തു. ഇനി നമുക്ക് എയർ ഫിൽറ്ററിന്റെ ബോക്സ് കൂടെ തുറന്ന് പഴയ എയർ ഫിൽറ്റർ പുറത്തെടുക്കാം. ഇത്രത്തോളം ഡസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ എയർ ഫിൽറ്ററിനകത്ത്. ഇനി നമുക്ക് പുതിയ എയർ ഫിൽറ്റർ വെക്കാം. ഈ ഒരു എയർ ഫിൽറ്ററിന് ഏകദേശം 220 രൂപ റേറ്റ് വരുന്നുണ്ട്. ഇനി നമുക്ക് ആ എയർ ഫിൽറ്ററിന്റെ ബോക്സ് കൂടെ ക്ലീൻ ചെയ്ത് ഫ്യൂവൽ ഫിൽറ്റർ മാറാം. ഫ്യൂവൽ ഫിൽറ്ററിന്റെ അവസ്ഥ ഏകദേശം ഈ കണക്കായിരുന്നു. ഇനി നമുക്ക് ഈ ഫ്യൂവൽ ഫിൽറ്ററൂടെ മാറണം. ഇതാണ് നമ്മൾ വണ്ടിയിൽ പുതിയതായിട്ട് മേടിച്ചേക്കണ ഫ്യൂവൽ ഫിൽറ്റർ. ഇതിന് ഏകദേശം 200 രൂപ അല്ല 180 രൂപ റേറ്റ് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടിയിൽ എയർ ഫിൽറ്ററും മാറ്റി ഫ്യൂവൽ ഫിൽറ്റർ മാറി. ഇനി നമുക്ക് ടാങ്ക് പഴയതുപോലെ എടുത്തിടണം. ഈ ഒരു ചെറിയ സർവീസ് ചെയ്യാൻ നേരത്ത് എന്റെ വണ്ടിയുടെ കൂളന്റും കൂടെ മാറണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മോട്ടോയുടെ മോട്ടോ കൂളന്റ് എക്സ്പേർട്ട് ഹൈബ്രിഡ് ടെക് ആണ്. പക്ഷെ ഞാൻ കൂളന്റ് മാറ്റിയില്ല. അതിന് കാരണം വേറെ ഒന്നുമല്ല, ഒരു സ്പാനർ മിസ്സിംഗ് ആണ്. 8ന്റെ സ്പാനർ ഉണ്ടെങ്കിൽ മാത്രമേ അത് മാറാൻ പറ്റത്തുള്ളൂ. ആ സ്പാനറും കാണുന്നില്ല. ഇപ്പൊ നമ്മുടെ എയർ ഫിൽറ്റർ മാറി, അതേപോലെ തന്നെ ഫ്യൂവൽ ഫിൽറ്റർ മാറി. ഇനി നമുക്ക് മാറാനായിട്ടുള്ളത് എഞ്ചിൻ ഓയിലാണ്. ഈ കാണുന്ന ബോക്സ് സ്പാനർ ആണ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായത്. അത് എന്തായാലും പുതിയ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എന്റെ കയ്യിലുള്ള സ്പാനർ മിസ്സാവാനുള്ള മെയിൻ കാരണം എന്റെ അനിയൻ സൈക്കിൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി എടുത്തിട്ട് പോണേ. ആദ്യം തന്നെ നമുക്ക് മോട്ടോയുടെ എഞ്ചിൻ ഫ്രഷ് ഒഴിച്ചിട്ട് വണ്ടി ഒരു 5 സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്തിടണം. എഞ്ചിൻ ഫ്രഷ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറില്ല, വല്ലപ്പോഴും മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഇനി നമുക്ക് ഈ നെറ്റ് ഊരിയിട്ട് ഓയിൽ മൊത്തം ഡ്രൈൻ ചെയ്ത് കളയണം. അതേപോലെ തന്നെ അതിന്റെ ഉള്ളിൽ ഒരു ടെയിനർ ഇരിപ്പുണ്ട്, അതും ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് തിരിച്ചിടാൻ. ഓയിൽ ഡ്രെയിൻ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യാം. നമ്മൾ വണ്ടിയിൽ പുതിയ ഓയിൽ ഫിൽറ്റർ ഇട്ടു. ഓയിൽ ഫിൽറ്റർ ഇട്ട വീഡിയോ എടുക്കാൻ മറന്നുപോയി. നമ്മുടെ രണ്ട് വണ്ടിയിൽ യൂസ് ചെയ്യുന്നത് മോട്ടോയുടെ 10W40 എന്ന് പറഞ്ഞിട്ടുള്ള ഓയിലാണ്. ഈ ഒരു ചെറിയ സർവീസിന് നമ്മുടെ കയ്യിൽ നിന്ന് ചെലവഴിക്കണ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1410 രൂപയാണ്. കുറച്ച് സ്പാനറൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതേപോലെയുള്ള വണ്ടിക്ക് വരുന്ന ചെറിയ ചെറിയ സർവീസ് ഒക്കെ നമുക്ക് സ്വന്തം എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ നാളെ കാണാം.